കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സുഗുനോ ഭവന്തുലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെ വെരിക്കോസ് വെയിൻ യോഗയിലൂടെ പരിഹരിക്കാം എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം പ്രിയ ഗുരു പ്രിയ ആന്റണി ഉണ്ട്. പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വെരിക്കോസ് വെയിൻ ആണ്. എന്നെ ഈ നിമിഷം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഈ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോയേക്കാം, അല്ലെങ്കിൽ എന്റെ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഇതിപ്പോ സാധാരണയായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇന്ത്യയിൽ മാത്രം ഏകദേശം ഒരു വർഷം 10 ലക്ഷത്തിലധികം പേർക്ക് ഈ വെരിക്കോസ് വെയിന്റെ പ്രശ്നം പുതിയതായി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അത് മുതിർന്ന ആൾക്കാരിൽ ഏകദേശം 30% വർധനമാണ് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ കാലുകളിൽ കൂടെയുള്ള ഞരമ്പുകൾ അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ട് അതിൽ അശുദ്ധ രക്തം കെട്ടിക്കിടന്ന് വീർത്ത് വലുതാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. സിരകളിൽ കൂടെയുള്ള രക്തയോട്ടത്തിന് തടസ്സമുണ്ടാകുന്നതാണ് ഈ അവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മുടെ ഈ 2 കാലുകളും. അപ്പോൾ കാലുകളിൽ കൂടെയുള്ള രക്തയോട്ടത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലാകമാനമുള്ള ആരോഗ്യ സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ഈ കാലുകളിൽ കൂടെയുള്ള സിരകളിൽ പല കാരണങ്ങൾ കൊണ്ടും ബലക്ഷയം ഉണ്ടാകുകയും അവ ചുരുങ്ങിക്കൊണ്ട് ദുർബലമാകുകയും ചെയ്യുമ്പോഴാണ് ഈ ഭാഗത്തെ സ്ഥിരകളിൽ കൂടെയുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അത് വിപരീത രീതിയിൽ പിന്നോട്ടൊഴുകുന്നതിന് ഉള്ള ഒരു കാരണം. ഈ ഒരു കാരണം നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് വെരിക്കോസ് വെയിൻ എന്നുള്ള സ്ഥിതി നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുള്ള എല്ലാ ഭാഗത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കാലുകളിൽ ആണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് പുരുഷന്മാർക്കും ധാരാളമായി കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അനുവാദം പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ കുറേയേറെ കണ്ടുവരുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോയാൽ ഏറെക്കുറെ അതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മുടെ കാലുകളിലെ രക്തക്കുഴലുകളും ശിലകളും ദുർബലമാകുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു. ഇത് രക്തക്കുഴലുകളുടെ അനുചിതമായ പ്രവർത്തനത്തിലേക്ക് പതുക്കെ പതുക്കെ വഴിതെളിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ കാലുകളിൽ രക്തം ശേഖരിക്കപ്പെടുകയും അത് അശുദ്ധ രക്തമായി മാറുന്നതിന് ഇടയാകുകയും ചെയ്യുന്നു. ദീർഘനേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുക, അമിതമായിട്ട് നടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലുകളിലേക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും. പ്രത്യേകിച്ച് സ്ഥിരകൾക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ സ്ഥിരകൾ പതുക്കെ പതുക്കെ ദുർബലമാവുന്ന ഒരവസ്ഥ. അത് മാത്രമല്ല, ഒരു വ്യക്തിക്ക് വെരിക്കോസ് വെയിൻ വരുന്നതിന്റെ പല പല കാരണങ്ങൾ വേറെയുമുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം വർദ്ധിക്കും തോറും നമ്മുടെ സിരകളിൽ രക്തക്കുഴലുകൾ ഇതെല്ലാം പതുക്കെ പതുക്കെ ദുർബലമായി തുടങ്ങും. അത് പലപ്പോഴും ഈ ഒരു വെരിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥയിലേക്ക് വഴിമാറും. പിന്നെ പാരമ്പര്യമായിട്ട് ഉള്ള പ്രശ്നം, പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ വെരിക്കോസ് വെയിനിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. നമ്മുടെ ശരീരത്തിലെ ഭാരം കൂടുതലാവുമ്പോൾ സിരകൾക്ക് വീണ്ടും അധിക സമ്മർദ്ദം നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ അധിക സമ്മർദ്ദം കൊടുക്കുമ്പോൾ അതിന് കേടുപാട് വരികയും ഇത് വെരിക്കോസ് വെയിൻ എന്ന സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രശ്നം ചലനങ്ങളുടെ ഒരു അപര്യാപ്തത, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഇല്ലാത്ത ഒരു ശരീരമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദീർഘനേരം നിൽക്കുക അല്ലെങ്കിൽ ദീർഘനേരം ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സിരകൾക്ക് വീണ്ടും സമ്മർദ്ദം കൂടുകയാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുകയും അവ കൂടുതൽ ദുർബലപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വീണ്ടും ഈ മൂവ്മെന്റ്സ് ഇല്ലാത്തവർക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ സാധാരണ ചിലരിൽ ഇത് കാണാറുണ്ട്. അത് ഗർഭപാത്രം വളരുന്നതനുസരിച്ച് ഞരമ്പുകൾക്ക് വീണ്ടും സമ്മർദ്ദം വരുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ
കാര്യമാക്കേണ്ടതില്ല, ഒരു താൽക്കാലിക അവസ്ഥ മാത്രമാണ്. ഡെലിവറി കഴിഞ്ഞ് ഏകദേശം 3-4 മാസമൊക്കെ കഴിയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വെരിക്കോസ് വെയിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? സാധാരണ എല്ലാവരും പറയുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വേദന, പ്രത്യേകിച്ച് ഒരുപാട് സമയം നിൽക്കാൻ സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടുകള് പ്രധാനമായിട്ടും വേദനയുടെ രൂപത്തിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ തൊലിപ്പുറത്ത് തൊട്ട് താഴെയായിട്ട് നീലയും പർപ്പിൾ നിറം പോലെ ഇങ്ങനെ വീർത്ത് സിരകൾ കിടക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പ്രാഥമിക ലക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഞരമ്പുകളിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകുക, അവിടുത്തെ തൊലിപ്പുറത്തെ നിറം മാറുക, കുറെ കൂടെ ആ ചർമ്മം ഭാഗമൊക്കെ ഇരുണ്ടതായി മാറുക, ചർമ്മത്തിന് കട്ടി കൂടുക, ഇതൊക്കെ പല ലക്ഷണങ്ങളാണ് വെരിക്കോസ് വെയിന്റെ. മറ്റു ചില പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ കുറെ നേരം ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഒക്കെ വേദന അനുഭവപ്പെടുക, ചില സമയത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഈ സിരകളിൽ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട്, രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ കാലുകൾക്ക് നമുക്ക് ഒരു പുകച്ചിലും നീർവീഴ്ക്കവും ഒക്കെ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് പേശികളിലും ഒക്കെ ഈ ഒരു വീക്കം ഉണ്ടാകുന്ന ഒരവസ്ഥ. പിന്നെ ചർമ്മത്തിന് വീക്കം ഉണ്ടാകുക, സിരകളിൽ കാഠിന്യം സംഭവിക്കുക, കണങ്കാലുകൾക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക, ഇങ്ങനെ പല പല ലക്ഷണങ്ങൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ വെരിക്കോസ് വെയിന് യോഗയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും യോഗയിൽ കൂടെ വെരിക്കോസ് വെയിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ വെരിക്കോസ് വെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം യോഗയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ആ സംശയത്തിന് യാതൊരു കഴമ്പുമില്ല. തീർച്ചയായിട്ടും വെരിക്കോസ് വെയിന് നല്ലൊരു പ്രതിവിധിയാണ് യോഗ. അപ്പോൾ എങ്ങനെയാണ് വെരിക്കോസ് വെയിന് യോഗയിലൂടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്? തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വെരിക്കോസ് വെയിൻ എന്നല്ല, ഒട്ടുമിക്ക രോഗങ്ങളും അതിന്റെ കാഠിന്യം എത്തിയതിനു ശേഷം അതിന്റെ പരിഹാര മാർഗം കാണുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തുടക്കം മുതലേ ആ പ്രശ്നത്തിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തുന്നത്. കാരണം വെരിക്കോസ് വെയിന്റെ ലക്ഷണങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി അതിന് വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന, ബുദ്ധിമുട്ടുകൾ, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അതികഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും സർജറി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഒരുപക്ഷെ അതിന് പോകേണ്ടി വരും. കാരണം കാഠിന്യം, ആ മൂർച്ചയേറിയ ഒരു അവസ്ഥ ആണെന്ന് വെച്ചാൽ പലർക്കും വളരെ വേദനാജനകമായിരിക്കും. അപ്പോൾ നമുക്ക് ആ രോഗിയുടെ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഡോക്ടറിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സർജറിയിലേക്ക് പോകേണ്ടി വരും. തുടക്കക്കാർക്ക് വളരെയധികം ഫലപ്രദമായ ഒരു കാര്യമാണ് വെരിക്കോസ് വെയിൻ. യോഗ പരിശീലനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ യോഗാസന മുറകൾ പ്രധാനമായിട്ടും കാലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യോഗാസന മുറകളാണ് കൂടുതലും വെരിക്കോസ് വെയിന് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. വെരിക്കോസ് വെയിൻ എന്നുള്ള അവസ്ഥയുള്ള ആൾക്ക് കൂടുതലും ആന്റി ഗ്രാവിറ്റി യോഗ പോസ്റ്റേഴ്സ് ആണ് കൊടുക്കാറുള്ളത്. കാരണം കാലുകളിലെ ആ രക്തയോട്ടം ആ ഒരു ആന്റി ഗ്രാവിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം, അതായത് ബ്ലഡ് സർക്കുലേഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടുള്ള കൂടുതലും യോഗാസനങ്ങളാണ് കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് സമയം നിൽക്കുമ്പോഴും ഒരുപാട് സമയം കാലിന് സമ്മർദ്ദം, പ്രത്യേകിച്ച് സിരകൾക്ക് സമ്മർദ്ദം കൊടുക്കുമ്പോൾ ഈ സമ്മർദ്ദം കുറയ്ക്കുക, അത് മാത്രമല്ല സമ്മർദ്ദം മൂലം വന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് യോഗ തെറാപ്പിയിൽ കൂടെ നമ്മൾ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എലിവേഷൻ പോസ്റ്റേഴ്സ് ആണ് കുറെ കൂടെ ഫലപ്രദമായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മേരുദണ്ഡാസനം എന്ന ഒരു യോഗാസനമുണ്ട്. അത് ഒരു 30 ഡിഗ്രി ആംഗിളിൽ ഓരോ കാലുകളും കിടന്നിട്ട്, നീണ്ടു നിവർന്ന് കിടന്ന് 30 ഡിഗ്രി ആംഗിളിൽ ഓരോ കാലുകളും അല്പസമയം ഉയർത്തി വെക്കുക, താഴ്ത്തി വെക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഈ 30 ഡിഗ്രി എന്നുള്ളത് പതുക്കെ പതുക്കെ നമുക്ക് നട്ടലിന്റെ ബലം വർദ്ധിക്കുന്നതനുസരിച്ച് 90 ഡിഗ്രി ലെവലിൽ കാലുകൾ ഉയർത്താം. ഈ 90 ഡിഗ്രിയിൽ ഉയർത്തുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ റിവേഴ്സ് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഈ വെരിക്കോസ് വെയിനുമായിട്ട് വരുന്ന വേറെ പല പ്രശ്നങ്ങളും ഉണ്ട്. കാലിന് മസിൽ കയറുന്ന ആൾക്കാരുണ്ട്, കാലിന് പെരുപ്പ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനുമൊക്കെ വളരെ ഫലപ്രദമായൊരു മാർഗമാണ് ഉത്ഥാന പാദാസനം, 90 ഡിഗ്രിയിൽ ഓരോ കാലുകളും ഉയർത്തുന്നത്. ഇപ്പൊ പ്രായമായവരാണെങ്കിൽ അല്ലെങ്കിൽ
ഒരല്പസമയമൊക്കെ കാല് ഉയർത്തി വെക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവരാണെങ്കിൽ, ഇപ്പം നട്ടലിന് വേദനയുള്ളവരുണ്ടാവും, നടുവിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവര് ഒരു മതിലിലോട്ട് ചാരി കിടന്നിട്ട് നിങ്ങളുടെ 2 കാലുകളും ഉയർത്തി മതിലിലോട്ട് ചാരി വെക്കുക. അതാകുമ്പോൾ മതിലൊരു സപ്പോർട്ടിൽ നമുക്ക് ഒരല്പസമയം നിൽക്കാൻ സാധിക്കും. നട്ടലിന്റെ ഒരു ബലത്തിൽ ഉയർത്തി കഴിയുമ്പോൾ കുറെ കൂടെ സ്ട്രെയിൻ ചിലർക്ക് തോന്നാറുണ്ട്. സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നവർക്ക് ആ ഒരു പ്രശ്നം വരാറില്ല. അപ്പോൾ ഈ 2 കാലുകളും ചേർത്ത് മതിലിലോട്ട് ചാരി ഒരല്പസമയം, ഒരു 5, 6, 7 മിനിറ്റൊക്കെ ഒന്ന് നിൽക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്യുന്നത് ശരിക്കും വെരിക്കോസ് വെയിന് മാത്രമല്ല, മനസ്സിനെയും കൂടെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യോഗാസനമാണ്. മനസ്സിന് കുറെ കൂടെ ശാന്തത തരുന്ന ഒരു യോഗാസനം കൂടെയാണ്. പക്ഷെ എന്നാൽ വെരിക്കോസ് വെയിനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു യോഗാസനമാണ്. മറ്റൊരു യോഗാസനം എന്ന് പറയുന്നത് പാദഹസ്താസനമാണ്. പാദഹസ്താസനം നിന്നുകൊണ്ടുള്ള ഒരു യോഗാസനമാണ്. പാദഹസ്താസനം ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ബെൻഡാണ്. പാദഹസ്താസനം എന്ന് പറയുന്നത് ശരീരത്തിലുടനീളം, കാലിന് മാത്രമല്ല, ശരീരത്തിലുടനീളം നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമുക്കുണ്ടാകാൻ ഏറ്റവും ഫലപ്രദമായ ഒരു യോഗാസനമാണ് പാദഹസ്താസനം. നമ്മുടെ കാലുകൾക്ക് മാത്രമല്ല, നമ്മുടെ തുടകൾക്കും കുറെ കൂടെ ബലം നൽകുന്ന ഒരു യോഗാസനമാണ്. നമ്മുടെ കാലുകൾക്ക് മാത്രമല്ല, നമുക്ക് തുടകൾക്ക്, മുട്ടുകൾക്ക്, നമ്മുടെ പെൽവിക് മസിൽസ്, ഹിപ്പ്, ഇതിനൊക്കെ നല്ല ബലം നൽകുന്ന ഒരു യോഗാസനമാണ് പാദഹസ്താസനം. മറ്റൊരു യോഗാസനമാണ് താടാസനം എന്ന് പറയുന്നത്. ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനമാണ്. പർവ്വതമുറയെന്നും ഇതിനെ പറയാറുണ്ട്. ഈ യോഗാസനം ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കാലുകൾക്ക് ബലവും ശരിയായ ഒരു ശരീരവിന്യാസവും നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, നമ്മുടെ കാൽമുട്ടുകള്, തുടകള്, കണങ്കാലുകള് എന്നിവയെ ശക്തിപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു യോഗാസനമാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ കൂടെയുള്ള ശരിയായ രക്തയോട്ടത്തിന് വളരെ ഫലപ്രദമായൊരു മാർഗമാണ് ഈ യോഗാസനം. ഇത് മാത്രമല്ല, താടാസനം പോലെയുള്ള മറ്റ് പല യോഗാസനങ്ങളുണ്ട്. ഉത്താനാസനം, നവാസനം, വിപരീതകരണി, സർവാംഗാസനം ഒരു പക്ഷേ തുടക്കക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു നല്ല പരിശീലകന്റെ അടുത്ത് ഒരു 2-3 മാസമൊക്കെ ഒന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവാംഗാസനമൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മത്സ്യാസനം ചെയ്യുന്നത് നല്ലതാണ്. പവനമുക്താസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. അതും ഈ വെരിക്കോസ് വെയിൻ എന്നുള്ള പ്രശ്നത്തിന് വളരെയധികം പരിഹാര മാർഗം നൽകിപ്പോകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെരിക്കോസ് വെയിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഈ വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്ക് ഇപ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ശരിയായ രീതിയിലുള്ള ഒരു ജീവിതശൈലി, സ്ഥിരമായിട്ടുള്ള ഒരു യോഗ പരിശീലനം, ഇത് രണ്ടും വളരെ അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരം ആൾക്കാര് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന്റെ ആ കാഠിന്യം കുറയ്ക്കുകയും വേദന കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നമ്മൾ കിടക്കുമ്പോൾ 1-2 തലയണ നമ്മുടെ കാലിന്റെ ഭാഗത്ത് ഒന്ന് വെച്ചിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. അതായത് കാലുയർത്തി വെച്ച് കിടക്കുന്നത് വളരെയധികം ഫലപ്രദമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സിരകളിലെ രക്തം ശേഖരിച്ച് വെക്കപ്പെടുന്നില്ല. അങ്ങനെ വെരിക്കോസ് വെയിന്റെ ലക്ഷണങ്ങളെ തടയാനായിട്ട് വളരെ ഫലപ്രദമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ശരീരഭാരമാണ്. ശരീരഭാരം നിയന്ത്രണത്തിൽ നിർത്തേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. കാരണം നമ്മുടെ ഭാരം കൂടുന്നതനുസരിച്ച് വീണ്ടും നമ്മൾ സമ്മർദ്ദം കൂടുതലായിട്ട് കൊടുക്കുകയാണ് കാലുകൾക്ക്. അപ്പോൾ ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ വെരിക്കോസ് വെയിന്റെ പ്രശ്നം കൂടുതലായിട്ട് വരും. അപ്പോൾ എപ്പോഴും ഡയറ്റ് കൃത്യമായിട്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഭക്ഷണക്രമവും ശരിയായ രീതിയിലുള്ള വ്യായാമവും ദിവസേന ചെയ്തു പോയി ശരീരഭാരം നിയന്ത്രണത്തിൽ നിർത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ആൾക്കാരെല്ലാവരും ഈ വളരെ ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ലെഗിങ്സ് ഒക്കെ വളരെ ടൈറ്റായിട്ടുള്ള ലെഗിങ്സ് ആണ്. അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള ലെഗിങ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കി, പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം എടുത്തു പറയുന്നു, ഒരുപാട് ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ദീർഘനേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്പസമയം ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത് അത്രയും സമയം നിൽക്കുന്നതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് നിന്ന് ജോലി ചെയ്യുന്നവർക്ക്, ഒരുപാട് സമയം നിൽക്കുന്നവർക്കൊക്കെയാണ് ഈ പ്രശ്നത്തിന് സാധ്യത കൂടുതൽ. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളും കൂടെ യോഗയോടൊപ്പം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
ഈ കാഠിന്യം കുറയ്ക്കുകയും അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലും കൂടെ മാറ്റങ്ങൾ വരുത്തുക. ശരിയായ ചിട്ടയായ രീതിയിലുള്ളൊരു ഭക്ഷണവും കൃത്യമായിട്ടുള്ളൊരു വ്യായാമവും നല്ലൊരു ജീവിതശൈലിയും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ എന്നുള്ള പ്രശ്നത്തിന് നല്ലൊരു പരിഹാര മാർഗമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് വെരിക്കോസ് വെയിനിലൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അപ്പോൾ ഇത് എങ്ങനെ യോഗയിലൂടെ കുറയ്ക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് സുഗുണഭവന്തുവിൽ കേട്ടത്. അപ്പോൾ ഇന്നത്തെ കാലം നമ്മൾ പ്രായമായവരിലും വീട്ടിലും ഒത്തിരി അധികം നേരം നിന്ന് ജോലി ചെയ്യുന്നവരിലും ഒക്കെ കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗമാണിത്. അപ്പോൾ കഴിവതും ഇന്ന് സുഗുണഭവന്തുവിൽ കേട്ടതുപോലെ വീട്ടിൽ തന്നെ പരിശീലിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ സുഗുണഭവന്തു ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു യോഗ വിശേഷങ്ങളുമായി സുഗുണഭവന്തു നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.